നാം മറ്റുള്ളവരുടെ കാര്യത്തിൽ ചിലപ്പോഴൊക്കെ ശ്രദ്ധിക്കാറുണ്ട്, ഇടപഴകാറുണ്ട്. നാം അവർക്ക് പരിഹാരം നിർദ്ദേശിക്കാറുമുണ്ട്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ അലയടിച്ചുയരുന്ന ആ സമുദ്രം, അതിലെ ഏറ്റക്കുറച്ചിലുകൾ, അതിലെ തിരമാലകൾ, ഇവയൊക്കെ ആരാണ് നിയന്ത്രിക്കുന്നത്? നിങ്ങളുടെ മനസ്സിൻ്റെ ഓരോ വികാരത്തെയും നിങ്ങൾ തന്നെയാണോ അതിൻ്റെ കടിഞ്ഞാൻ സൂക്ഷിക്കുന്നത്? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കുക. നാം എപ്പോഴാണ് പൂർണ്ണമായും എന്തിനും സജ്ജമാകുന്നത്? സന്തോഷമുള്ള അവസ്ഥയിലാണോ അതോ സങ്കടമുള്ള അവസ്ഥയിലാണോ? നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എതിരെ വരുന്ന ആൾ നിങ്ങളെ പ്രശംസിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് സന്തോഷമുണ്ടാകുന്ന രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ, മനസ്സ് വല്ലാണ്ട് സന്തോഷിക്കും. ഈ സന്തോഷകരമായ അവസ്ഥയിൽ നിങ്ങൾ പൂർണ്ണമായും ആർക്കെന്ത് സഹായം ചെയ്യാനും സജ്ജമായിരിക്കും. നിങ്ങൾ പൂമ്പാറ്റ പോലെ പാറി പറന്ന് നടക്കും. മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം അത് നിങ്ങളെ പൂർണ്ണതയിലേക്ക് കൊണ്ടെത്തിക്കും. പക്ഷേ കുറച്ചു കഴിഞ്ഞ് നാം ഈ സന്തോഷത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രതികൂലമായി മറ്റൊരാൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മുടെ സന്തോഷമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്നടിയും. മനസ്സിലേക്ക് വല്ലാത്ത ഭാരം വന്ന് നിറയും. ആ നിമിഷം ഇതുവരെ ഇത്രയേറെ മനോഹരമായി തോന്നിയ ജീവിതം എന്ത് ബുദ്ധിമുട്ടുള്ളതാണ്, എത്ര പാടാണ് മുന്നോട്ട് പോകാൻ എന്ന് ചിന്തിക്കും. ഇങ്ങനെയല്ലേ നമ്മളെല്ലാവരും? എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങളുടെ മനസ്സെന്ന കുതിരയുടെ കടിഞ്ഞാൻ നിങ്ങളുടെ കയ്യിലാണോ എന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി കാണും. എല്ലാവരും അവരവരുടെ മനസ്സിലെ വികാരങ്ങളെ, അവസ്ഥകളെ മറ്റുള്ളവരുടെ പെരുമാറ്റം എങ്ങനെയാണോ അതിനനുസരിച്ചാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ആ രീതി മാറ്റേണ്ടിയിരിക്കുന്നു. നമ്മളൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കെ ഏറെ തമാശ കാണുമ്പോൾ ചിരിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ്. അതുപോലെ തന്നെ ഏതൊക്കെ പ്രതികൂല സാഹചര്യമായിരുന്നാലും നമ്മുടെ ഉള്ളിൽ എന്ത് നടക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നാം തന്നെ ആയിരിക്കണം. അതിൽ വരുന്ന വീഴ്ചയാണ് നമ്മെ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്. ശ്രീബുദ്ധൻ്റെ വചനങ്ങളിൽ പറയും പോലെ ശത്രു പുറത്തെങ്ങുമല്ല, മറിച്ച് അവനവൻ്റെ മനസ്സ് തന്നെയാണ്. മനസ്സിനെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ലോകം കീഴടക്കിയതുപോലെയാണ്. എല്ലാവർക്കും ശുഭദിനം.